ഫ്രണ്ട്സ്, ഇന്നൊരു റിക്വസ്റ്റഡ് വീഡിയോ ആണ് കേട്ടോ അപ്ലോഡ് ചെയ്യാനായിട്ട് പോകുന്നത്. പലരും എന്നോട് നേരിട്ട് മെസ്സേജ് അയച്ചൊക്കെ ചോദിക്കുന്നൊരു ചോദ്യമാണ് ഹെയർ കെയർ ടിപ്സും, അല്ലെങ്കിൽ മുടി കൊഴിച്ചിലാണ്, അല്ലെങ്കിൽ താരനുണ്ട്, അതിന് എന്താ ചെയ്യേണ്ടതെന്നൊക്കെ പലപ്പോഴും എന്നോട് പലരും ചോദിക്കാറുണ്ട്. ഇതുപോലെ ഡെലിവറി കഴിഞ്ഞതിന് ശേഷവും ഇതുപോലെ മുടി കൊഴിയാതെ എങ്ങനെയാണ് സൂക്ഷിക്കുന്നതെന്നൊക്കെ എല്ലാവരോടുള്ളൊരു ആൻസറായിട്ടാണ് കേട്ടോ ഇന്നത്തെ ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. ഞാൻ പണ്ട് മുതലേ വീട്ടിലെ കാച്ചിയ എണ്ണയാണ് ഉപയോഗിക്കുന്നത്. ആ എണ്ണ കാച്ചുന്നത് എങ്ങനെയാണെന്നാണ് കേട്ടോ ഈ ഒരു വീഡിയോയിൽ ഞാൻ കാണിക്കാനായിട്ട് പോകുന്നത്. സ്കിപ്പ് ചെയ്യാതെ മുഴുവനും കാണണേ. നമ്മൾ എണ്ണ കാച്ചാൻ വേണ്ടി എടുത്തേക്കുന്ന സാധനങ്ങളാണ് ഇതൊക്കെ. നമുക്കെല്ലാം പരിചയമുള്ളവയാണ്. മൈലാഞ്ചിയുടെ ഇല, ചെമ്പരത്തിപ്പൂ എടുക്കുന്നുണ്ട് ഒരു 5 എണ്ണം, അതുപോലെ തന്നെ ഉലുവ കുറച്ച് കുതിർക്കാൻ ഇട്ടിട്ടുണ്ട്, 3 മണിക്കൂറെങ്കിലും മിനിമം കുതിർത്തിരിക്കണം. നെല്ലിക്ക, തുളസി ഇല എടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ കറ്റാർ വാഴ. ഇതെല്ലാം നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ളതാണ് കേട്ടോ. പിന്നെ കറിവേപ്പില എത്ര എടുത്താലും നമുക്ക് അത്രയും ഗുണമാണ്. അതുപോലെ തന്നെ ചെമ്പരത്തി ഇല എടുക്കുന്നുണ്ട്. പിന്നെ ഒരു 10-12 കുഞ്ഞുള്ളി. ഇതെല്ലാം നമുക്ക് ആദ്യം ഈ ഒരു ഇതിന് വേണ്ടിയിട്ട് റെഡിയാക്കി എടുക്കണം. ഈ മൈലാഞ്ചിയിലൊക്കെ നമ്മൾ ഇറുത്തെടുത്തിട്ടുണ്ട്. തുളസി ഇല, പിന്നെ കറിവേപ്പില, ഇതെല്ലാം തണ്ടിയിൽ നിന്ന് മാറ്റി ഇറുത്തെടുത്തിട്ടുണ്ട്. പിന്നെ ഈ നെല്ലിക്ക കുരു കളഞ്ഞതിന് ശേഷം അരിഞ്ഞെടുത്തിട്ടുണ്ട്. ചെമ്പരത്തിപ്പൂ അതുപോലെ തന്നെയാണ്, ആ ഒരു ഞെട്ട് മാത്രമേ പറിച്ച് കളയുന്നുള്ളൂ. കറ്റാർ വാഴയുടെ 2 സൈഡിലെ മുള്ള് മാറ്റിയിട്ട് കുഞ്ഞു കഷ്ണങ്ങളായിട്ട് വെച്ചിട്ടുണ്ട്. ഈ എല്ലാ സാധനങ്ങളും നമ്മുടെ ഹെയർ കെയറിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. നിങ്ങൾക്കറിയായിരിക്കും, ഈ ഉലുവ നമ്മൾ ഉപയോഗിക്കുന്നത് താരൻ്റെ പ്രശ്നത്തിന് വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ ചെമ്പരത്തിയുടെയൊക്കെ താളി ഹെയർ ഗ്രോത്തിന് ഭയങ്കര നല്ലതാണ്. പിന്നെ നമ്മൾ കേരയുടെ വെളിച്ചെണ്ണയാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. ഇനിയുള്ള ടാസ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്ന് അരച്ചെടുക്കുക എന്നുള്ളതാണ്. ഒട്ടും തന്നെ നമ്മൾ വെള്ളം ചേർക്കാൻ പാടില്ല. ജസ്റ്റ് ഇതൊന്ന് നന്നായിട്ട് അരഞ്ഞ് കിട്ടുകയും വേണം. അതൊരു ടാസ്ക്കുള്ള പരിപാടിയാണ്. നമ്മൾ അമ്മിക്കല്ലിൽ അരയ്ക്കുകയാണെങ്കിലും എനിക്ക് തോന്നുന്നു ഇതിനേക്കാൾ എളുപ്പമായിരിക്കും. മിക്സിയിൽ ഇത്തിരി ഒരു ടാസ്ക്കാണ് വെള്ളം ഇല്ലാതെ അരച്ചെടുക്കുക എന്നുള്ളത്. നമ്മൾ ഏകദേശം ഒരു 1/2 മണിക്കൂറോളം ഇതിൻ്റെ പിന്നാലെ തന്നെയായിരുന്നു കേട്ടോ. കാരണം എന്താ പറയുക, ഈ ഒരു വെള്ളം കുറച്ചെങ്കിലും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എണ്ണ കനച്ചു പോകാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. അതുകൊണ്ട് വെള്ളം ഒട്ടും തന്നെ ഉണ്ടാവാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. അതുപോലെ തന്നെ നമ്മളിത് ഇരുമ്പ് ചട്ടിയിലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. ഈ ഒരു ചട്ടി നമ്മൾ എന്താ പറയുക, എണ്ണ കാച്ചാൻ വേണ്ടി മാത്രമാണ് എടുക്കുന്നത്. അതുകൊണ്ടാണ് ഇതിനകത്ത് തുരുമ്പൊക്കെ ദേ വന്നിരിപ്പുണ്ട്. പക്ഷേ നമ്മൾ ഈ എണ്ണ കാച്ചുമ്പോൾ ഈ ഒരു തുരുമ്പ് ഭയങ്കര നല്ലതാണ്. കാരണം അയൺ കണ്ടൻറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഇരുമ്പ് ചട്ടിയിൽ തന്നെ കാച്ചുന്നത് കേട്ടോ. അപ്പം ഇത് എണ്ണ കാച്ചാൻ വേണ്ടി മാത്രം എടുക്കുന്നതാണ്. ഇതെന്താ ഇങ്ങനെ ഇരിക്കുന്നതെന്നൊരു ചോദ്യം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ആദ്യമേ പറയുന്നത്. അപ്പം നമ്മൾ ഒരുവിധം എല്ലാം അരച്ച് സെറ്റപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ടെങ്കിലും കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളൊക്കെ ഉണ്ട്, എങ്കിലും പറ്റുന്ന രീതിയിൽ എല്ലാം അരച്ചെടുത്തിട്ടുണ്ട്. ഇനിയുള്ള പണിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലേക്ക് നമ്മൾ എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഇതിൻ്റെ ഒരു അളവെന്ന് പറയുന്നത്, നമ്മൾ എണ്ണ ഇതിന് തൊട്ട് മുകളിൽ ഇങ്ങനെ മുകളിലായിരിക്കണം. അതായത് ഈ അരപ്പിന് മുകളിൽ എണ്ണ കിടക്കണം. അതാണ് ഇതിൻ്റെ ഒരു കറക്റ്റ് അളവെന്ന് പറയുന്നത്. അല്ലാണ്ട് ഇപ്പം ഇത്ര എടുക്കണം ഒരു അല്ലെങ്കിൽ ഇത്ര ചെമ്പരത്തി എടുക്കണം അങ്ങനെ ഒരു അളവില്ല കേട്ടോ. നമ്മൾ എടുത്തിട്ട് ഈ ഒരു അരപ്പിന് മുകളിൽ നിൽക്കണം നമ്മുടെ എണ്ണ. എന്നാൽ ഒരുപാട് കൂടുതലാവാനും പാടില്ല. എണ്ണ ഒരുപാടായിട്ട് അരപ്പ് ഒരുപാട് കുറഞ്ഞു പോയാലും നമുക്ക് ആ ഒരു എഫക്റ്റ് കിട്ടില്ല. പക്ഷേ ഇത് നമ്മൾ കാച്ചി വരുമ്പോൾ വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ കേട്ടോ. ഈ ഒരു എണ്ണയുടെ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ വളരെ കുറച്ചാണ്. പക്ഷേ അതിൻ്റെ ഒരു തുള്ളി എണ്ണയ്ക്ക് പോലും അത്രയും ഗുണമുണ്ട്. ഇപ്പം നമുക്കിങ്ങനെ പ്രായഭേദമന്യേ നമുക്ക് ഈ ഒരു എണ്ണ ഉപയോഗിക്കാം കേട്ടോ. എൻ്റെ 1.5 വയസ്സുള്ള മോളും ഞാനും ഒക്കെ ഈ ഒരു എണ്ണയാണ് ഉപയോഗിക്കുന്നത്. ഇതിന് ഒരു സൈഡ് എഫക്റ്റും ഇല്ല, അത്രയും ബെനിഫിറ്റ് ഉണ്ട് താനും. അപ്പോൾ അത് നമ്മൾ ഒരു തവണ ചെയ്ത് നോക്കിയാലേ നമുക്ക് അതിൻ്റെ ഒരു എഫക്റ്റ് മനസ്സിലാവുള്ളൂ. നിങ്ങൾക്ക് ഉറപ്പായിട്ടും വിശ്വസിക്കാം. കാരണം ഇതിലൊന്നും സൈഡ് എഫക്റ്റ് വരുന്ന സാധനമില്ല. എല്ലാം നമുക്ക് നാച്ചുറലായിട്ട് കിട്ടുന്ന, നമ്മുടെ വീട്ടിൽ നിന്നും പരിസരത്തു നിന്നൊക്കെ കിട്ടുന്ന സാധനങ്ങളാണ്. അല്ലാണ്ട് പുറത്തുനിന്ന് എക്സ്റ്റേണലായിട്ട് ഒരു സാധനവും നമ്മളിതിൽ ആഡ് ചെയ്യുന്നില്ല. അപ്പം നമ്മൾ ഈ എണ്ണയിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ഇത്തിരി പണിയുള്ള പണിയാണ്. നമ്മൾ എന്താ പറയുക, കുറച്ച് മെനക്കെട്ടാൽ നമുക്ക് നല്ല റിസൾട്ട് കിട്ടും കേട്ടോ. അപ്പോൾ നമ്മളിത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് ചൂടാക്കി കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ നല്ല കട്ടിയിലാണ് ഇതിരിക്കുന്നത് അല്ലേ. അതായത് ഈ ഒരു തിക്നെസ് അതിനുണ്ട്. ഇനി ഇത് ഒരു 1/4 മണിക്കൂറോളം നമ്മൾ തിളപ്പിക്കണം. തിളപ്പിക്കുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു അരപ്പിങ്ങനെ താന്ന് എണ്ണ മുകളിലേക്ക് പൊങ്ങി വരും. ഒരു 1/4 മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, ഒരു ബ്ലാക്ക് കളറാവും കേട്ടോ. ഈ ഒരു എണ്ണ എക്സാക്റ്റ് ഒരു ബ്ലാക്ക് കളറാവും. അതാണ് അതിൻ്റെ ഒരു പാകം എന്ന് പറയണത്. ഒരു 3/4 മണിക്കൂർ ഇത് അടിയിൽ പിടിക്കാതെ ഇളക്കുകയും വേണം. കാരണം ഇത്രയും കട്ടി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇങ്ങനെ അടിയിൽ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. ദേ ഒരു ബ്ലാക്ക് കളറായി നമുക്ക് എണ്ണ ഫിനിഷായി കേട്ടോ. ഇനി നമുക്ക് ഓഫ് ചെയ്ത് കുറച്ച് നേരം വെച്ചിരിക്കണം.
കാരണം ഈ ഒരു ചൂടോടുകൂടി നമ്മൾ ഈ ചട്ടിയിൽ പിടിച്ചാലും എണ്ണയിൽ പിടിച്ചാലും പണി കിട്ടും. അപ്പോൾ അതിരുന്ന് ആറട്ടെ. ഇനി നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആറിക്കഴിഞ്ഞതിന് ശേഷം ഈ തെളിഞ്ഞ് വരുന്ന എണ്ണ നമ്മൾ ഒഴിച്ചൊഴിച്ച് കുപ്പിയിലേക്ക് മാറ്റുകയാണ്. പിന്നെ നമുക്ക് കോട്ടൺ തുണി വെച്ചിട്ട് പിഴിഞ്ഞെടുക്കാം, അതല്ലെങ്കിൽ ഇതുപോലെ വെച്ച് അരിച്ചെടുക്കാം. എങ്ങനെ വേണോ നമുക്ക് യൂസ് ചെയ്യാം. വീക്ക്ലി 2 ടൈമൊക്കെ യൂസ് ചെയ്താൽ തന്നെ നല്ല റിസൾട്ട് കിട്ടും. എന്തായാലും നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ലേ. വീഡിയോ എല്ലാവർക്കും ഹെൽപ്ഫുള്ളായെന്ന് കരുതുന്നു, ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ വരേക്കും ബൈ.